നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. നിങ്ങൾ പേരും കേട്ടിട്ടുണ്ടോ സുവർണം ഇട്ടെടുത്ത് തിളപ്പിച്ചിട്ടുള്ള ഒരു വെള്ളം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് നൽകുന്ന ഒരു കാര്യം? സുവർണ സിദ്ധജലം എന്നാണ് നമ്മളിതിനെ പറയാ. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ധാതുക്കളെ, അതായത് രക്ത, മാംസം, മേധ, അസ്ഥി, മജ്ജ, ശുക്രം എന്ന് പറയുന്ന 7 ധാതുസ്, 7 ധാതുക്കളെ നന്നായിട്ട് പുഷ്ടിപ്പെടുത്തുന്നതിനും ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്കും ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലൊരു കാര്യമായിട്ടും ബുദ്ധിവർദ്ധകം, മേധോവർദ്ധകം, അതായത് നമ്മുടെ ബ്രെയിൻ ടോണിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനും സ്കിന്നിന് നല്ലൊരു കോംപ്ലക്ഷൻ നൽകുക, ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുന്ന മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് ഈ സുവർണ സിദ്ധജലം നമ്മൾ കുടിക്കുന്നതോട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുക. ഈ ഒരു സുവർണ സിദ്ധജലം ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടൊരു 24 ക്യാരറ്റിന്റെ ചെറിയൊരു ഗോൾഡ് കോയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. യൂസ് ചെയ്തിട്ടുള്ള സ്വർണ്ണങ്ങൾ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നോക്കുക. കാരണം യൂസ് ചെയ്തിട്ടുള്ള സ്വർണ്ണം ആകുമ്പോൾ അതിന് കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കിടന്ന അതിന്റെ ദോഷം പതുക്കുന്ന ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെയുള്ള 24 ക്യാരറ്റ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾ 1 ഗ്രാമിന്റെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗോൾഡിന്റെ പീസ് ഉണ്ടെങ്കിൽ, ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഈ സുവർണ സിദ്ധജലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചിട്ട് 1/2 ലിറ്റർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ടൈം ഇല്ല, ഇത്രയും 1/2 ലിറ്റർ ആയിട്ട് വറ്റാൻ വരെയുള്ള ഒരു സമയം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ തിളപ്പിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇനി ധാരാളം ആളുകൾക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും, ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ മെറ്റൽസ് ഉള്ളിലേക്ക് പോയില്ല എന്നുള്ളൊരു കാര്യം. നമ്മളിവിടെ ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് സ്വർണ്ണത്തിലത്തെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മാത്രമേ ഇതിൽ പോവുള്ളൂ, അതും വളരെ സൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസ്. അത് അത്രയും ഹാം ആക്കുന്ന ഒരു കാര്യം കൂടിയല്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും, ചെറുപ്പക്കാരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒറ്റയടിക്ക് ഇത് കഴിക്കാതിരിക്കുക. കൂടുതലും ഉത്തമമായിട്ടുള്ളൊരു സമയം നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ നിങ്ങൾ 1 ഗ്ലാസ് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ബാക്കിയുള്ള വെള്ളം നിങ്ങൾ ദിവസത്തിൽ എപ്പോഴെങ്കിലും പതുക്കെ കുറച്ചിച്ച് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ജലം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ സ്റ്റേ ഹെൽത്തി.